വഴി രണ്ടായിട്ട് പിരിഞ്ഞപ്പോൾ അധികം ആരും യാത്ര ചെയ്യാത്ത വഴി ഞാൻ തിരഞ്ഞെടുത്തു. അതാണ് എൻ്റെ ജീവിതത്തിൽ എല്ലാ സന്തോഷത്തിനും മനോഹാരിതയ്ക്കും കാരണമായത് എന്ന് റോബർട്ട് ഫ്രോസ്റ്റ് പറഞ്ഞതുപോലെ നമ്മളെല്ലാം ഇനി കരിയർ എന്നും പറഞ്ഞിട്ട് എല്ലാവരും എന്തിനാണ് പോകുന്നത്? അതിൻ്റെ പുറകിന് നമ്മളും പോകാനിരിക്കുകയാണ്. കൂട്ടുകാർ പോയതിൻ്റെ പുറകിന് പോകാനിരിക്കുകയാണ്. അയലത്തുകാർ പോയതിൻ്റെ പുറകിന് പോകാനിരിക്കുകയാണ്. അഡ്വർടൈസ്മെൻറ്റ് കണ്ട് അതിൻ്റെ എല്ലാം പുറകിന് പോകാനിരിക്കുകയാണ്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ, ഈ സീസൺ ധാരാളം പേര് നിങ്ങളെ സ്വാധീനിക്കാനായിട്ട് ഫോണിലൂടെയും പത്രത്തിലൂടെയും മറ്റ് മാധ്യമങ്ങളിലൂടെയൊക്കെ ശ്രമിക്കും. അവർ കാണിക്കുന്ന ഇമേജുകളൊക്കെ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഇമേജുകളായിരിക്കും. ഇതൊക്കെ കണ്ട് നിങ്ങൾ ഇറങ്ങി ഓടരുത്. പിന്നെ വിദേശ രാജ്യത്തൊക്കെ വലിയ എന്തോ സംഭവമാണെന്നൊക്കെ പറഞ്ഞാണ് നമ്മളുടെ ലക്ഷങ്ങളും മുടക്കി നമ്മൾ വിദേശത്തൊക്കെ പോയി അവിടെ ഭക്ഷണം പോലും ഇല്ലാതെ കഷ്ടപ്പെടുന്ന ആൾക്കാരുടെ അനുദിനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ 10ാം ക്ലാസ് കഴിഞ്ഞ് ഏത് ഗ്രൂപ്പ് എടുക്കണം, അതുപോലെ തന്നെ 12ാം ക്ലാസ് കഴിഞ്ഞ് ഏത് കോഴ്സ് എടുക്കണം, ഏത് തരം കോളേജുകളിലും മറ്റുമൊക്കെ യൂണിവേഴ്സിറ്റികളിലൊക്കെ പോയി പഠിക്കണം, ഇതൊക്കെ വളരെ ആലോചിച്ച് ചിന്തിച്ച് മാത്രം പോവുക. നിങ്ങളുടെ പണം നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. നിങ്ങൾക്ക് തെറ്റായ തീരുമാനങ്ങൾ എടുത്താൽ നിങ്ങൾക്ക് സമയം നഷ്ടപ്പെടും, നിങ്ങളുടെ പണം നഷ്ടപ്പെടും, നിങ്ങളുടെ മാനം നഷ്ടപ്പെടും, മാനസിക സ്വസ്ഥത നഷ്ടപ്പെടും. അതുകൊണ്ട് ശരിക്കും ആലോചിച്ച് മാത്രം കരിയർ തീരുമാനങ്ങൾ എടുക്കുക. പ്രത്യേകിച്ച് അതിൻ്റെ ഒരു സീസൺ ആയതുകൊണ്ട് ഒരുപാട് പേര് എന്നെ ഈ കാര്യം പറഞ്ഞ് വിളിക്കുന്നത് കൊണ്ടുമാണ് ഈ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത്. ഇത് പൂർണ്ണമായിട്ടും കേൾക്കുക, ഇതിൽ നിന്ന് ആശയങ്ങൾ ഉൾക്കൊള്ളുക, സൂക്ഷിച്ച് നീങ്ങുക, അത്രയേ ഉള്ളൂ. മുഴുവനും വാച്ച് ചെയ്യുക. മാതാപിതാക്കളും കുട്ടികളൊക്കെ വളരെ ആശങ്കപ്പെടുന്ന ഒരു ടൈമാണ് ഈ പരീക്ഷ കഴിയുമ്പോൾ. ഇനി ഏത് കോഴ്സ് എടുക്കണം, +2-ന് ഏത് ഗ്രൂപ്പ് തിരഞ്ഞെടുക്കണം, +2 കഴിഞ്ഞാൽ ഏത് കോഴ്സ് എടുക്കണം, ഏത് കോളേജിൽ പഠിക്കണം, ഏത് യൂണിവേഴ്സിറ്റി പഠിക്കണം, ഇന്ത്യയിൽ പഠിക്കണോ, വിദേശത്ത് പഠിക്കണോ, കേരളത്തിൽ പഠിക്കണോ, കേരളത്തിന് വെളിയിൽ പഠിക്കണോ, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ആശങ്കകൾ നിറഞ്ഞ ഒരു ടൈമാണിത്. ഒരുപാട് പേരൻസൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ വിളിക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്ന ഒരുപാട് പേര് ഇതിൽ ആശങ്കപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണ്. ഇതിനെയൊക്കെ മുതലെടുക്കാനായിട്ട് ധാരാളം അഡ്വർടൈസ്മെൻറ്റുകൾ, അതുപോലെ തന്നെ ഫുൾ പേജിലൊക്കെയാണ് വളരെ കളർഫുള്ളായിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റൊക്കെ വരുന്നത്. അതുപോലെ സാമൂഹ്യ മാധ്യമത്തിലും ടെലിവിഷൻ ചാനലുകളിലും എല്ലാം ധാരാളം പരസ്യങ്ങളാണ് വരുന്നത്. പരസ്യങ്ങളൊക്കെ വളരെ മനോഹരമായ പരസ്യങ്ങളുമാണ്. ഇതൊക്കെ കണ്ട് നമ്മളങ്ങ് അന്തം വിട്ടാണ് ഓരോ കാര്യത്തിൻ്റെയൊക്കെ പുറകിന് ഓടുന്നത്. അതുപോലെ ഈ വിദേശ രാജ്യത്തൊക്കെ എന്തോ ഭയങ്കരമായിട്ട് പരവതാനി വിരിച്ചിട്ടേക്കാണ് നമ്മളങ്ങോട്ട് ചെന്നാൽ ഉടനെ $1 വാരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പലരെയും ഇവിടുന്ന് വിളിച്ചുകൊണ്ട് പോകുന്നത്. ഇന്ത്യയിലൊന്നും നേഴ്സിംഗ് പഠിച്ചാൽ കാര്യമില്ല, വിദേശത്ത് നിന്ന് നേഴ്സിംഗ് പഠിച്ചാൽ ഭയങ്കര സംഭവമാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ. പിന്നെ വിദേശത്തെ MBBS എന്നും പറഞ്ഞൊരു പരിപാടി, ഇതൊക്കെയായിട്ട് ഒത്തിരി പേരാണ് പലതരത്തിലുള്ള. ഇതിനകത്തൊരു നല്ല ശതമാനം ചതിയാണ്. നല്ല ശതമാനം കുട്ടികളും പോയി കഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ പലപ്പോഴും ഈ കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ അബദ്ധത്തിൽ പെടുന്നവർ ഈ അബദ്ധങ്ങളൊന്നും പുറത്ത് പറയാത്തത് കൊണ്ട്, മറ്റുള്ളവരും ഇത് അറിയുന്നില്ല. അതുകൊണ്ട് കൂടുതൽ പേര് ഈ ചതിക്കകത്ത് പോയി വീഴുന്നതിന് അതൊരു കാരണമാകുന്നുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഓരോ തീരുമാനങ്ങളും വളരെ സൂക്ഷിച്ചെടുക്കണം. നമ്മളെടുക്കുന്ന തീരുമാനങ്ങളുടെ ഉത്തരവാദിത്വം നമ്മുടേതാണ്. നമ്മളെടുക്കുന്ന ഓരോ തീരുമാനത്തിനും അനുസരിച്ചാണ് നമ്മുടെ ഭാവി തീരുമാനിക്കാൻ പോകുന്നത്. നമ്മളെടുക്കുന്ന ഓരോ തീരുമാനത്തിനും വലിയ പണച്ചെലവുണ്ട്. ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. കഴിഞ്ഞ ദിവസം എന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഈ മെഡിക്കൽ കോഡിങ്ങിന് സ്കോപ്പ് ഉണ്ടോ? ഞാൻ ചോദിച്ചാൽ ആർക്ക് വേണ്ടിയാണ് ഈ ചോദിക്കുന്നത്? കാരണം ഒരു 10-35 വയസ്സുള്ള ഒരാളാണ് എന്നെ വിളിച്ചത്. സാറേ എൻ്റെ കൂട്ടുകാരൻ്റെ മകന് വേണ്ടിയാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു, കൂട്ടുകാരൻ്റെ മകന് വേണ്ടി കൂട്ടുകാരൻ ചോദിച്ച് അത്രയും ദൂരത്തിൽ ഈ ചോദ്യം വേണ്ട. ഇത് ആവശ്യമുള്ളവർ അന്വേഷിച്ച് അതിൻ്റെ കാര്യങ്ങൾ കാര്യകാരണ സഹിതം മനസ്സിലാക്കട്ടെ. ആവശ്യക്കാരനെ അന്വേഷിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഓരോ തീരുമാനങ്ങളുടെ ഉത്തരവാദിത്വം അവനവനെടുക്കണം. ആരെയെങ്കിലും വിളിച്ച് ചോദിച്ച്, ആരോടെങ്കിലും ചോദിച്ച്, അങ്ങനെയല്ല. ഇതിലൊക്കെ വളരെ പ്രധാനമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ പറയുന്ന പരസ്യങ്ങളൊന്നും നമ്മളെ രക്ഷിക്കാനായിട്ട് വരുന്നതല്ല. അതൊക്കെ അവരുടെ കച്ചവട താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. നമ്മൾ സ്വീകരിക്കണോ വേണ്ട എന്നുള്ളത് നമ്മുടെ മാത്രം തീരുമാനമാണ്. പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഈ കാലത്തെ വായിക്കുക എന്നുള്ളതാണ്. ഈ കാലത്ത് വന്നിരിക്കുന്ന മാറ്റങ്ങൾ നമ്മൾ അറിയുന്നില്ല. പലപ്പോഴും നമ്മളൊരു 20 വർഷം 30 വർഷം മുമ്പൊക്കെ ഉണ്ടായിരുന്ന കരിയർ ചിന്തകളാണ് ഇപ്പോഴും എല്ലാവരും മെഡിസിന് പോകുന്നതിനെക്കുറിച്ചൊക്കെയാണ് ചിന്തിക്കുന്നത്. ഇത്രയധികം പേര് മെഡിസിന് പോകേണ്ട കാര്യമില്ല. നമുക്ക് എത്ര ഡോക്ടർമാരെ വേണം, അതിനനുസരിച്ച് ഓരോ രാജ്യവും അവരുടെ രാജ്യത്തിന് വേണ്ടത്രയും ഡോക്ടർമാരെ മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ മെഡിക്കൽ ഫീൽഡിലൊക്കെ ഡിമാൻഡുള്ളത്. അതുതന്നെ അമേരിക്കയിലൊക്കെ ആ രാജ്യത്തിന് വേണ്ട ഡോക്ടേഴ്സ് തന്നെ ഇല്ല. അതുകൊണ്ടാണ് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കുറച്ച് പേർക്ക് അവിടെയൊക്കെ പോയി
ജോലി ചെയ്യാൻ സാധിക്കുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ എൻജിനീയർമാരൊക്കെ ആണെങ്കിൽ വലിയ അഡ്വാൻസ്ഡ് കൺട്രീസിലൊക്കെ എൻജിനീയർമാർ അവരുടെ ആവശ്യത്തിന് മാത്രം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇന്ത്യയിലൊക്കെ നമുക്ക് വേണ്ടതിൻ്റെ ഒരു 10 ഇരട്ടിയെങ്കിലുമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഏകദേശം ഒരു 15 ലക്ഷം 20 ലക്ഷം എൻജിനീയർമാരാണ് ഒരു വർഷം ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അതിൽ എത്ര പേർക്ക് ജോലി കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാലത്തിൻ്റെ ആവശ്യങ്ങളൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. പിന്നെ ടെക്നോളജിയിൽ വരുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കണം. മാത്രമല്ല, ഈ കൺവെൻഷനലായിട്ടുള്ള ഡിഗ്രികൾക്കൊക്കെ ഉള്ള സാധ്യതകൾ കുറഞ്ഞു വരികയും പുതിയ ഒരുപാട് മേഖലകൾ തുറന്നു വരികയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ AI വരുന്നു എന്ന് പറഞ്ഞ് പേടിക്കേണ്ട കാര്യമില്ല. കാരണം AI വരുമ്പോൾ തന്നെ ഒരുപാട് പുതിയ മേഖലകൾ തുറന്നു വരികയും AI മൂലമുണ്ടാകുന്ന എഫിഷ്യൻസിയും അതിലൂടെ ഉണ്ടാകുന്ന എക്കണോമിക് അഡ്വാൻസ്മെൻറ്റും ഒക്കെ കൂടുതൽ പിന്നെ ബിസിനസ്സുകളിലേക്ക് വരികയും കൂടുതൽ മെച്ചപ്പെട്ട സേവനങ്ങളിലേക്ക് വരികയും ഒക്കെ ചെയ്യുമ്പോൾ കൂടുതൽ തൊഴിൽ സാധ്യതകളും രൂപപ്പെടും, അല്ലെങ്കിൽ വ്യത്യസ്തമായ ഒരുപാട് തൊഴിൽ സാധ്യതകളും ഒക്കെ ഇവിടെ രൂപപ്പെടും. അല്ലാതെ ഇതോടുകൂടി ലോകമെല്ലാം അവസാനിക്കുകയൊന്നും അല്ല. അപ്പോൾ കാലത്തെ കൃത്യമായിട്ട് വായിച്ചെടുക്കാനായിട്ടുള്ള കുറച്ചുകൂടെ ഒരു ബിഗ് പിക്ചർ അനാലിസിസ്, കുറച്ചുകൂടെ വലിയ ഒരു ചിത്രത്തിൽ നമുക്ക് ആവശ്യമുള്ളതിനെ കാണാൻ നമുക്ക് കഴിയണം. അപ്പോൾ അവിടെയാണ് നമ്മൾ ഏത് കോഴ്സ് എടുക്കണം, എന്ത് പഠിക്കണം എന്നൊക്കെ ഉള്ളത് തീരുമാനിക്കണം. ഇപ്പം എൻജിനീയറിംഗ് എന്നൊക്കെ പറയുന്ന പണ്ട് കാലത്ത് ഒരു ജോലിക്ക് വേണ്ടിയുള്ള ഒരു കോഴ്സായിരുന്നെങ്കിൽ ഇന്ന് അതൊരു ബേസിക് ഗ്രാജുവേഷൻ പോലെയാണ് പല കുട്ടികളുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നത്. കാരണം ആ എൻജിനീയറിംഗ് കഴിഞ്ഞിട്ടാണ് പിന്നീട് എന്ത് പോകണമെന്നൊക്കെ. കാരണം പലരും എൻജിനീയറിംഗ് കഴിയുമ്പോഴാണ് അവരുടെ ഒരു ടാലൻ്റ് എവിടെയാണ്, അവർക്ക് കൃത്യമായി ഏത് മേഖലയിലാണ് വർക്ക് ചെയ്യേണ്ടതെന്നൊക്കെ മനസ്സിലാവുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ അത് കഴിഞ്ഞ് നമുക്ക് അതിനനുസരിച്ചുള്ള കോഴ്സുകളൊക്കെ എടുത്ത് നമുക്ക് ഓരോ മേഖലയിലോട്ട് പോകാൻ പറ്റും. ഇപ്പോൾ എനിക്കറിയാവുന്നൊരു മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. അദ്ദേഹം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ വളരെ നല്ല രീതിയിൽ പഠിച്ചു, ടോപ്പ് എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ പഠിച്ചു. പക്ഷേ പഠിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്ക് ആ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ തുടരാൻ താല്പര്യമില്ല. പുള്ളി ഒരു MBAക്ക് പോയി. MBA ഒക്കെ കഴിഞ്ഞ് അദ്ദേഹം അവസാനം ജോലിയിൽ പോയത് എവിടെയാണെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഒരു പത്രമാധ്യമ രംഗത്താണ് ജോലിയിൽ പോയത്. അവിടെ വളരെ സക്സസ്ഫുള്ളായിട്ട് അദ്ദേഹം ജോലി ചെയ്ത് വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഓരോ കോഴ്സുകളും പഠിക്കുമ്പോൾ ആ കോഴ്സ് അവിടെ കൊണ്ടൊക്കെ തീരുമൊന്നുമല്ല. അപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നതിലൊക്കെ ശരിയായ രീതിയിലുള്ളൊരു ധാരണ, കാലത്തിൻ്റെ ചുവരെഴുത്തുകളൊക്കെ കൃത്യമായി ഒന്ന് വായിച്ച് മനസ്സിലാക്കാനായിട്ട് നമുക്ക് കഴിയണം. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ വളരെ സെൽഫ് അവെയർ ആവണം. എല്ലാവർക്കും എല്ലാം പഠിക്കാൻ പറ്റില്ല. ഇന്ന് തന്നെ എന്നെ വിളിച്ചൊരു പയ്യനാണ്, അവന് പിന്നെ മെറൈൻ എഞ്ചിനീയറിങ്ങിന് പോകുന്നതിനെക്കുറിച്ചാണ്. ഏതോ ഒരു തട്ടിപ്പ് അഡ്വർടൈസ്മെൻ്റൊക്കെ കണ്ട് ആരുടെയോ പ്രേരണയൊക്കെ ആയിട്ട് വിളിച്ചതാണ്. അപ്പോൾ അമ്മ എന്ത് ചെയ്യുക, അമ്മ പിന്നെ ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്ന ഒരാളാണ്, അച്ഛനും അങ്ങനെ ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്നു, വലിയ സാമ്പത്തിക സ്ഥിതിയൊന്നുമില്ല. കുട്ടി പഠിത്തത്തിൽ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ഒരു 50-60% മാർക്ക് മാത്രമാണ് കുട്ടിക്കുള്ളത്. ഈ സ്റ്റേറ്റ് സിലബസിൽ പോലും 50-60% മാർക്കുള്ളൊരു കുട്ടി ഇതുപോലുള്ള കോഴ്സിനൊക്കെ പോയാൽ തന്നെ അതെങ്ങനെ പൂർത്തീകരിക്കും? ഇനി അത് പൂർത്തീകരിച്ചാൽ തന്നെ അവിടെയൊക്കെ ഉള്ള കോമ്പറ്റീഷൻ എങ്ങനെ നേരിടും? നേരെ മറിച്ച് ആ കുട്ടിക്ക് ചേരുന്നത് ഇപ്പോൾ ഒരു 50-60% മാർക്കൊക്കെ ഉള്ള ഒരാൾക്ക് സത്യം പറഞ്ഞാൽ ഒരു തൊഴിൽ പഠിക്കാൻ പോകുന്നതാണ് നല്ലത്. ഒരു ഇലക്ട്രീഷ്യനോ പ്ലംബിങ്ങോ മെക്കാനിക്കലോ ഇങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും ഒരു തൊഴിൽ പഠിക്കുക. എല്ലാവർക്കും വൈറ്റ് കോളർ ജോബ് വേണമെന്നൊന്നും ആഗ്രഹിച്ചാൽ കിട്ടത്തില്ല. അത് കൂടുതൽ നിങ്ങളെ ചോദിക്കും എല്ലാവരും, എനിക്ക് ഒരു എൻജിനീയർ ആയിക്കൂടെ, എനിക്കൊരു വലിയ ആളായിക്കൂടെ? ആവാം. അതിനനുസരിച്ച് നമ്മുടെ പഠന നിലവാരം ഉയരണം. സാമ്പത്തികമൊന്നും അല്ല പ്രശ്നം. പഠിക്കാൻ പിന്നെ കഴിവുള്ള കുട്ടികളാണെങ്കിൽ സ്കോളർഷിപ്പൊക്കെ കൊടുത്ത് പഠിപ്പിക്കാൻ ഇന്ന് ധാരാളം ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. പഠിക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ വരെ ഫീസ് അളവ് തന്ന് പഠിപ്പിക്കാൻ ധാരാളം എഞ്ചിനീയറിംഗ് കോളേജുകൾ ഇന്ന് മുമ്പോട്ട് വരുന്നുണ്ട്. പക്ഷേ പ്രശ്നം 50-60% മാർക്ക് വാങ്ങിക്കുന്ന ഒരാൾ എഞ്ചിനീയർ ആകാൻ പോകുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അത് വൈകാരികമായിട്ട് എടുക്കേണ്ട ഒരു തീരുമാനമല്ല, വസ്തുനിഷ്ഠമായിട്ട്. ഞാൻ ആ കുട്ടിയോട് പറഞ്ഞത് ഒരു ഇലക്ട്രിക്കൽ പ്ലംബിങ് അങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും ഒരു തൊഴിൽ മേഖല, ഒരു കാർപ്പൻട്രി ഇങ്ങനെയൊക്കെയുള്ള ഒരു തൊഴിൽ മേഖലയിൽ പോയാൽ ഇന്ന് വളരെയധികം സാധ്യതകൾ എത്ര ആൾക്കാർക്കുണ്ട്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞതേ ഉള്ളൂ. ഒരു പിന്നെ ഇൻറ്റീരിയർ ഡെക്കറേഷൻ്റെ ഒരാൾ എൻ്റെ വീട്ടിൽ ജോലി ചെയ്യുമ്പോൾ അയാൾക്ക് 2 പിന്നെ പണിക്കാരാണുള്ളത്. ഒരു 2 പേരും 1500 രൂപ വെച്ച് ദിവസവും കൂലി വാങ്ങിക്കുന്നവരാണ്. ചെറുപ്പക്കാരായ പിള്ളേർ, കൂടി വന്നാൽ 25 വയസ്സിൽ കൂടുതലൊന്നുമില്ല. 25 വയസ്സിൽ തന്നെ അവർക്ക് 1500 രൂപ ദിവസവും വേതനമുണ്ട്. ഓവർ ടൈം ചെയ്താൽ അതുകൊണ്ട് എല്ലാ ദിവസവും പണിയുണ്ട്. എന്താ മലയാളിയില്ല, മലയാളികളെ ഈ രംഗത്തൊന്നും കിട്ടാനില്ല. എവിടുന്ന്? ആസാമിൽ നിന്നും ഒറീസയിൽ നിന്നും ഒക്കെയാണ് അവർ വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ കുട്ടികൾ ഇതുപോലുള്ള തൊഴിൽ രംഗത്ത് പഠിക്കാത്തത് കൊണ്ട് ആ പണമെല്ലാം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്കിൽഡ് വർക്കേഴ്സിന് ഭയങ്കര ഡിമാൻഡാണ് ഇപ്പോൾ.
സ്കിൽഡ് വർക്കേഴ്സിനെ കിട്ടാനില്ല. എല്ലാവരും ഈ ദുരഭിമാനം കാരണം വലിയ വലിയ കോഴ്സുകൾ പഠിച്ച് എല്ലാവരും ജില്ലാ കളക്ടറാകാൻ ശ്രമിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആരും ഒന്നും ആവുന്നുമില്ല. നമുക്കുള്ള അവസരങ്ങളൊക്കെ മറ്റാൾക്കാർ വന്ന് എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്നു. കുറച്ചുകൂടെ ബുദ്ധിപരമായിട്ട് വസ്തുനിഷ്ഠമായിട്ട് ഒക്കെ നമ്മൾ കാര്യങ്ങളെ ചിന്തിക്കണം. നമ്മളൊന്ന് സെൽഫ് അവെയറാണ്. ഞാൻ എന്തും വേണ്ടിയുണ്ട്, എൻ്റെ കാലിബർ എന്തും വേണ്ടിയുണ്ട്, എന്നെ എന്തും വേണ്ടി കൊള്ളാം, എനിക്ക് എന്തും വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ എന്നോട് വന്ന് ചോദിച്ചു, സാറേ ഈ സൈബർ ഫോറൻസിക് എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞു, മോനെ ആദ്യം സയൻസിൽ നല്ലൊരു സ്റ്റുഡൻ്റ് ആണോ? സയൻസ് എനിക്ക് പാടാണ്. ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ അതൊക്കെ വിട്ടേരെ, ഒന്നും പിന്നെ ചിന്തിക്കുക പോലും വേണ്ട. സൈബർ സെക്യൂരിറ്റി പഠിക്കാൻ പോകുന്ന കുട്ടികളുണ്ട്. ഈ സൈബർ സെക്യൂരിറ്റി ഒക്കെ പഠിക്കാൻ പോകുന്നവർ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളവരായിരിക്കണം. കാരണം സൈബർ രംഗത്തെ സെക്യൂരിറ്റിയൊക്കെ നമുക്ക് ഉറപ്പ് വരുത്തണമെന്നുണ്ടെങ്കിൽ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ട് ആ സെക്യൂരിറ്റിയെ തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ പോരാടാനുള്ള ഇൻ്റലിജൻസും അനലിറ്റിക്കൽ സ്കില്ലും ഒക്കെ ഉള്ളവരാണ് അതിനൊക്കെ പോകേണ്ടത്. ഇതൊന്നുമില്ല. നമ്മൾ നോക്കുമ്പോൾ എന്തോ ഒന്നുമില്ല, കുറേ കാണാൻ പഠിച്ച് എന്തൊക്കെയോ തട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഇതിന് പോയിട്ട് കാര്യമില്ല. ഇപ്പോൾ നേഴ്സിങ്ങിന് തന്നെ ധാരാളം കുട്ടികൾ കാലിബർ നോക്കിയിട്ട് പോകും. ഒരു നേഴ്സാകാനുള്ള ആരോഗ്യമുണ്ടോ, ഒരു നേഴ്സാകാനുള്ള സയൻസ് പഠനത്തിൽ മിടുക്കനാണോ? ഇംഗ്ലീഷ് ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ കുട്ടികൾ പലരും നേഴ്സായി കഴിഞ്ഞിട്ട് അവർക്ക് വിദേശ രാജ്യത്ത് പോയി നല്ല ജോലിയൊന്നും നേടാൻ പറ്റാത്തതിൻ്റെ കാരണം അവർക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇല്ല. അപ്പം അങ്ങനെയൊക്കെ മലയാളം മീഡിയത്തിലൊക്കെ പഠിച്ച കുട്ടികൾ നേഴ്സൊക്കെ ആയി കഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്നും, ഒരു 5% കുട്ടികൾ ഏത് പോരാട്ടത്തിനും തയ്യാറായിട്ടുള്ളവരുണ്ട്. അതൊന്നും കണ്ടുകൊണ്ട് നമ്മളെല്ലാവരും ഒന്നും ഇറങ്ങണ്ട. ഞാനിവിടെ 3-4 വർഷമായിട്ട് IELTS എഴുതി വീട്ടിലെ പൈസ മുഴുവൻ ലോൺ എടുത്ത് IELTS എഴുതുന്ന കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ ജയിക്കുന്നില്ല. എന്താ കാര്യം? ബേസിക്കായിട്ട് അവർക്കൊരു ലാംഗ്വേജ് സ്കില്ലില്ല. അതുപോലെ തന്നെ സയൻസ് അറിയത്തില്ലെങ്കിൽ വിദേശ രാജ്യത്തൊന്നും നമുക്ക് ഒരു നഴ്സിംഗ് കോമ്പീറ്റൻസി നമുക്ക് കിട്ടത്തില്ല. പിന്നെ നല്ല ആരോഗ്യം വേണം, നല്ല പേഴ്സണാലിറ്റി വേണം, നല്ല മാനസിക വൈകാരിക തലം വേണം. ഇതൊക്കെ ആവശ്യമാണ്. അപ്പം നമ്മളൊരു സെൽഫ് അവെയർ ആകാതെ നമ്മൾ ചുമ്മാ എല്ലാവരും നേഴ്സിങ്ങിന് പോകുന്നു എന്ന് പറഞ്ഞ് നമ്മൾ നേഴ്സിങ്ങിന് പോയിട്ട് കാര്യമില്ല. കാരണം നേഴ്സസിൻ്റെയൊക്കെ സപ്ലൈ ഇപ്പം കണ്ടമാനം കൂടുന്നതനുസരിച്ച് അതിനും വേണ്ടി ഡിമാൻഡൊന്നും ഉണ്ടാവുന്നുമില്ല. പിന്നെന്താണ് ഈ കെയർ ഗിവിങ് എന്നൊക്കെ പറഞ്ഞ് ഹോം നേഴ്സിംഗ് രംഗത്തൊക്കെയാണ് കൂടുതൽ ആൾക്കാർ നിൽക്കുന്നത്. ഇപ്പോൾ ഒരുപാട് കുട്ടികളെ വിദേശ രാജ്യത്ത് നേഴ്സിംഗ് പഠിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. അത് ഇതിനേക്കാളും വലിയൊരു ദുരന്തമാണ്. അവിടെയൊക്കെ ചെന്ന് പിന്നെ ആ നാട്ടിലെ ഭാഷ പോലും 10 കൊല്ലം കഴിഞ്ഞിട്ട് പോലും അവിടുത്തെ ഭാഷ സംസാരിക്കാൻ കഴിയാത്ത കുട്ടികൾ, അവരൊക്കെ പോയിട്ട് എന്ത് ചെയ്യാനാണ്? അവസാനം അവിടെയൊക്കെ വീട്ടുജോലി ചെയ്തൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി നിൽക്കേണ്ടവർ. നമ്മൾ വിചാരിക്കുന്ന പോലെ അങ്ങോട്ട് ചെന്നാലൊന്നും അവർ പരവതാനി വിരിച്ച് നമ്മളെ അങ്ങ് സ്വീകരിച്ചിരുത്തുമെന്നൊന്നും ധരിക്കേണ്ട. അതൊക്കെ കച്ചവടക്കാർ പല കാര്യങ്ങളും പറയും. പക്ഷെ നമ്മളെപ്പറ്റി കൃത്യമായ ഒരു അറിവുണ്ടെങ്കിൽ നമുക്ക് ഈ തട്ടിപ്പിനകത്തൊക്കെ വീഴാതിരിക്കാനായിട്ട് സാധിക്കും. അതുപോലെ ദുരഭിമാനം. മാതാപിതാക്കൾക്ക് ഇച്ചിരി പൈസയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ വലിയ വലിയ കോഴ്സുകൾ മാത്രമാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു പേരൻറ്റുമായിട്ട് സംസാരിക്കുകയാണ്. പേരൻസ് കുട്ടിയുടെ പിന്നെ എഡ്യൂക്കേഷനുമായി സംബന്ധിച്ച് എന്നോട് സംസാരിക്കുകയാണ്. പറയുന്നതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്. സത്യം പറഞ്ഞാൽ അതൊക്കെ വലിയ തട്ടിപ്പുകാരുടെ അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ടാണ് അവരിതൊക്കെ വിചാരിച്ചത്. മോളെ ഇത് കഴിഞ്ഞിട്ട് എന്തിനൊക്കെ വിടണം, കുറേ തട്ടിപ്പ് കോഴ്സുകളാണ്, കുറേ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലെ തട്ടിപ്പ് കോഴ്സുകൾ. അതൊന്നും +2 കഴിഞ്ഞ് പോകേണ്ട കോഴ്സുകളേ അല്ല. എന്താണെന്ന് ചോദിച്ചാൽ ഈ അപ്പനും അമ്മയും ദുരഭിമാനികളാണ്. അവർക്ക് ഈ എന്തെങ്കിലും ഇടിവെട്ട് കോഴ്സിന് മോള് പഠിക്കുന്നു എന്നൊക്കെ പറഞ്ഞൊന്ന് ആസ്വദിക്കണം. ശരിയാണ്, നിങ്ങൾ 2-3 കൊല്ലം ആസ്വദിക്കും. ഇത് കഴിഞ്ഞിട്ട് ഈ കുട്ടി യാഥാർത്ഥ്യങ്ങളുമായിട്ട് നേരിടേണ്ട ഒരു ദിവസം വരും. ഈ കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ താഴെ വരണം, ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുമ്പോഴാണ് അന്തം വിട്ടു പോകുന്നത്. MBA എന്നും പറഞ്ഞ് കുറേ കുട്ടികൾ MBA എന്നും പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെയൊക്കെ വലിയ MBA എന്ന് പറയുന്നത് തീക്കകത്തൂടെ ചാടുക, പാമ്പിനെ എടുത്ത് കഴുത്തേലിടുക, ഇതൊക്കെയാണ് MBA എന്നൊക്കെ പറഞ്ഞ് നടത്തുന്ന കുറേ പരിപാടികളുണ്ട്. ഈ കുട്ടികളൊക്കെ എവിടെയെങ്കിലും ഒരു പ്ലേസ്മെൻ്റൊക്കെ കിട്ടിയെന്നിരിക്കുക. അതൊക്കെ കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് മുമ്പോട്ട് പോകണമെങ്കിൽ നിങ്ങൾ ഒരു മാനേജ്മെൻറ്റ് രംഗത്ത് ഒരു സ്ഥാപനത്തിനൊരു അസറ്റായിരിക്കണം. അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. നിങ്ങളുടെ ലീഡർഷിപ്പ്, നിങ്ങളുടെ ഒരു ഓർഗനൈസിങ് കപ്പാസിറ്റി, നിങ്ങളിലെ ഒരു ഒരു അണ്ടർസ്റ്റാൻഡിങ്, നിങ്ങളിലെ ഒരു എമ്പതി, നിങ്ങളിലെ ഒരു ഇമോഷണൽ ഇൻ്റലിജൻസ്, നിങ്ങളിലെ ഒരു ലേണർ, ഇതൊക്കെ ചേർന്നാണ് ഒരു മാനേജ്മെൻറ്റ് രംഗത്ത് ഒരാൾ വളർന്നു വരുന്നത്. അതിന് നല്ല ഡെഡിക്കേഷനും കമ്മിറ്റ്മെൻറ്റും പേഴ്സണാലിറ്റിയും ഒക്കെ വേണം. അല്ല ചാടാനും ഓടാനും ഉള്ള കഴിവുള്ളതൊന്നും കാര്യമില്ല. അപ്പം ഇങ്ങനെ പലതും പറഞ്ഞ് പലതരത്തിലാണ് നമ്മളെ പറ്റിക്കുന്നത്. അതൊക്കെ കൊള്ളാം, എല്ലാം ഒരു പരിധി വരെയൊക്കെ നല്ലതാണ്. പക്ഷേ ഈ വലിയ
സ്വപ്നങ്ങളും കണ്ടുകൊണ്ട് ഇറങ്ങരുത്. യാഥാർത്ഥ്യങ്ങൾ ഈ അഡ്വർടൈസ്മെൻറ്റിൽ പറയുന്നത് പോലെയോ അല്ലെ ഈ കാണിച്ചു തരുന്നത് പോലെയോ വെബ്സൈറ്റ് പോലെയോ ഒന്നുമല്ല. കാനഡയിൽ പഠിക്കാൻ പോയ ഒരു പയ്യൻ പറഞ്ഞത്, സാറേ വെബ്സൈറ്റ് കണ്ടിട്ട് വന്നതാണ്, ഇവിടെ വന്നപ്പോൾ ഒന്നുമില്ല. ശരിയാണ്, വെബ്സൈറ്റ് എവിടെ വേണമെങ്കിലും വെച്ചെടുക്കാം. അപ്പം ഞാൻ എന്തായാലും അടുക്കളയിൽ പോയിരുന്നിട്ട് എൻ്റെ വീഡിയോ എടുക്കത്തില്ലല്ലോ. എനിക്ക് കാണിക്കാൻ കൊള്ളാവുന്ന വൃത്തിയുള്ളൊരു സ്ഥലത്തിരുന്നുകൊണ്ട് ഈ വീഡിയോ എടുക്കുകയുള്ളൂ. ഇതെല്ലാം കണ്ടുകൊണ്ട് ഇവിടെ മുഴുവൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ആരെങ്കിലും വന്നാൽ അതായിരിക്കണമെന്നില്ല. ഇതൊക്കെ മനസ്സിലാക്കിക്കൊള്ളുക. യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മുടെ ഈ ദുരഭിമാനമൊക്കെ വലിയ പ്രശ്നമാണ്. വേറൊന്ന് ആർത്തിയാണ്. എല്ലാവരെയും അങ്ങ് പണക്കാരാക്കാനുള്ള ശ്രമമാണ്. ഞാൻ ഒരു കാര്യം വളരെ സ്നേഹത്തോടെ പറയാം, ആരൊക്കെ പണക്കാരാകാൻ ഇറങ്ങിയിട്ടുണ്ടോ അവരാണ് ജീവിതകാലം മുഴുവൻ ദാരിദ്ര്യം അനുഭവിച്ചിട്ടുള്ളത്. നേരെ മറിച്ച് നമ്മളെങ്ങനെയാണ് പണക്കാരനാകുന്നത്? ബിൽ ഗേറ്റ്സ് തന്നെ പറഞ്ഞിട്ടുണ്ട്, സർപ്രൈസ് ദ വേൾഡ് വിത്ത് യുവർ സർവീസസ്. നിൻ്റെ സേവനം കൊണ്ട് മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തുക. അതാണ് നിനക്ക് പണക്കാരനാകാനുള്ള ഏറ്റവും വലിയ മാർഗം. നിൻ്റെ പുറകിന് വരും പണമൊക്കെ, നിന്നെ അന്വേഷിച്ച് വരും അവസരങ്ങൾ. നിൻ്റെ സേവനം കൊണ്ട് നീ നിനക്കൊരു ചെറിയ ജോലിയാണ് കിട്ടുന്നത്, ഒരു കുഴപ്പമില്ല. ആ ചെറിയ ജോലിയിലിരുന്ന് നന്നായിട്ട് പെർഫോം ചെയ്യാമെങ്കിൽ അവിടെ നിന്ന് ആൾക്കാർ നമ്മളെ അന്നേരം പൊക്കിക്കൊണ്ട് പോകും. നമുക്ക് നല്ല അവസരങ്ങൾ കിട്ടും. ഞാൻ കമ്മിറ്റഡ് ആയിട്ടുള്ള, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള, ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന ആരെയും ചെറിയ രീതിയിൽ എന്നും കാണുന്നില്ല. അവരെല്ലാം ഉയർന്നു പോവാണ്. പെട്ടെന്നാണ് അവരുടെ ഉയർച്ച. അവരെ തേടിയ ആൾക്കാർ വരും. നേരെ മറിച്ച് എനിക്ക് പണം ഉണ്ടാക്കണമെന്നും പറഞ്ഞ് ഇറങ്ങി നടക്കുന്നവരാണ് അവസാനം ഒന്നും ഇല്ലാതായി പോകുന്നത്. കാരണം ഈ പണം ഉണ്ടാക്കുന്നത് ഏതൊക്കെയോ മേഖലയിൽ ചെല്ലുമ്പോഴാണ്, അല്ലെ ഏതൊക്കെയോ കാര്യങ്ങൾ ചെയ്താൽ പണം ഉണ്ടാക്കാമെന്നൊക്കെ തെറ്റായ ധാരണകളാണ്. ഇപ്പോൾ കുറേ കുട്ടികളുണ്ട്, AI പഠിച്ചാൽ പണം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ്. AI ഒക്കെ പഠിക്കണേ തന്നെ നല്ല മാത്തമാറ്റിക്കൽ സ്കില്ല് വേണം. കണക്കിന് കഴിവില്ലാത്തൊരു കുട്ടി AI പഠിച്ചിട്ട് എങ്ങനെ പണം ഉണ്ടാക്കാനാണ്? വലിയ മൾട്ടിനാഷണൽ കമ്പനിയിൽ 5 ലക്ഷം രൂപയുടെ ജോലി കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത്. ആരാണ് നിങ്ങളെ ഇതൊക്കെ പറഞ്ഞ് പറ്റിക്കുന്നത്? ഇതൊന്നും വാസ്തവമല്ല. പിന്നെ ഈ പറയുന്ന പല ജോലികളും നിങ്ങളെ ശ്വാസം പോലും വിടാൻ സമ്മതിക്കാത്ത ജോലികളാണ്. എനിക്കറിയാവുന്ന കുറേ കുട്ടികളുണ്ട് എറണാകുളത്തും തിരുവനന്തപുരത്തും ഒക്കെ ഈ നൈറ്റ് ഷിഫ്റ്റിൽ ഇൻ്റർനാഷണൽ കമ്പനിയുടെയൊക്കെ ഈ കോൾ സെൻറ്ററുകളിലും അതുപോലെ തന്നെ IT ഫീൽഡ് ഫേമുകളിലും ഒക്കെ ജോലി ചെയ്യുന്നത്. രാത്രിയിലൊക്കെ ഇരുന്ന് അത് ആരോഗ്യവും ഇല്ല, കുടുംബജീവിതവും ഇല്ല, സ്വസ്ഥതയില്ല, സമാധാനമില്ല, അവരുടെ മക്കളെ പോലും അവർ കാണുന്നില്ല. സ്ട്രെസ്സും ടെൻഷനും കൊളസ്ട്രോളും അവരുടെ ജീവിതമേ നാമാവിശേഷമാണ്. വലിയ ശമ്പളം കിട്ടുമെന്നും പറഞ്ഞ് പോയതാണ്. 10,000, 35,000, 40,000 രൂപയാണ് പലർക്കും സാലറി കിട്ടുന്നത്. അതിവിടെ വരുന്ന ബംഗാളിക്കും കിട്ടുന്നുണ്ട്. ആലോചിച്ച് നോക്ക്. നമ്മൾ ഈ പറയുന്ന പോലെ ഒന്നല്ല, ഈ ആർത്തി പിടിച്ച് പലതിൻ്റെയും പുറകിന് പോകും. നമ്മുടെ കഴിവിനനുസരിച്ച്. എന്തുകൊണ്ടാണ് നമുക്ക് എന്നും നൈറ്റ് ഷിഫ്റ്റ് ജോലി ചെയ്യേണ്ട വരുന്നത്? നമ്മുടെ കാലിബർ അത്രയേ ഉള്ളൂ. നമുക്ക് കാലിബർ ഉണ്ടെങ്കിൽ എനിക്ക് ആ നൈറ്റ് ഷിഫ്റ്റ് വേണ്ട, എനിക്ക് ഡേ ഷിഫ്റ്റിൽ നല്ല രീതിയിലുള്ള ഡീസൻ്റായിട്ടുള്ള ജോലി മതി എന്ന് പറഞ്ഞ് ഇറങ്ങാൻ കഴിയണം. ആ തൻ്റെ ഇടമാണ് നമുക്ക് വേണ്ട. ആരെങ്കിലും നമ്മളെ പിന്നെ ഒരു സ്ലേവ് ആക്കാൻ ശ്രമിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാന സന്തോഷങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നോ പറഞ്ഞ് നമ്മുടെ ഡിഗ്നിറ്റി സംരക്ഷിക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥത്തിൽ. അതിന് കഴിവുണ്ടെങ്കിലേ നമ്മളെ കൊണ്ട് സാധിക്കുള്ളൂ. കഴിവില്ലെങ്കിൽ നമ്മൾ പെട്ടുപോയി എന്ന് പറയും. ഓരോ മേഖലയിലൊക്കെ ചെന്ന് പെട്ടുപോവാണ് പലരും. ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കുന്ന ചില ടീച്ചർമാർ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയെ കണ്ടു. ആ കൂടെ കിട്ടുന്നത് 14,000 രൂപയാണ്. 14,000 രൂപയ്ക്ക് ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ജോലി ചെയ്യുന്ന ആ കുട്ടി ഒരു സയൻസ് മാസ്റ്റേഴ്സ് ഡിഗ്രിയുള്ള BEd ഉള്ള കുട്ടിയാണ്. ഇത് ഒരു സ്ലേവറിയാണ്. ഇത്തരം ജോലിക്ക് പോവാതിരി. വീട്ടിലിരുന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കി വിറ്റാൽ അതിൻ്റെ ഇരട്ടി കിട്ടും. എന്തിനാണ് ഇങ്ങനെ പോയി സ്ലേവറിക്ക് വേണ്ടി ജോലി ചെയ്യുന്നത്? ഇനിയും പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല, നിങ്ങൾ സന്തോഷത്തോടെയാണ് പോകുന്നത്. ഇപ്പോൾ ചില കുട്ടികളുണ്ട്, അവർക്കൊരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി അവർ പോകുന്നു. 1-2 വർഷം നമ്മളവിടെ നിന്ന് നമ്മൾ എക്സ്പീരിയൻസ് ഒക്കെ കിട്ടി ബെറ്റർ സ്കൂളുകളിലേക്ക് പോകും. അതിന് എന്ത് വേണം? നമുക്ക് നല്ല കാലിബർ വേണം. ഈ കുട്ടിയെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം, ആ കുട്ടിക്ക് കാലിബറും ഇല്ല, സാലറിയും ഇല്ല. അതവിടെ കുടുങ്ങി കിടക്കുകയാണ്. ഇനി അതോടെ നിന്നൊരു മോചനവും ഇല്ല. അതാണ് പ്രശ്നം. നമുക്ക് ഈ കാലിബർ ഉണ്ടെങ്കിൽ നിങ്ങൾ 12,000, 10,000 ഒക്കെ ജോലി ചെയ്തോ, കുഴപ്പമില്ല. അടുത്ത കൊല്ലം ആകുമ്പോഴത്തേക്ക് അത് അതിനേക്കാളും മേളിലായി. 2 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഹയർ ലെവലിലുള്ളൊരു സ്കൂളിൽ പോയി അല്ലെങ്കിൽ ഗവൺമെൻറ് കയറി അങ്ങനെ പടിപടിയായി ഉയരാൻ കഴിയുന്നവരാണെങ്കിൽ ഒരു പ്രശ്നമില്ല. ഇത് അല്ലാതെ വെറും കുറേ പണത്തെ പറ്റിയുള്ളൊരു ആർത്തി വെച്ചുകൊണ്ട് പോരുത്. അതുപോലെ വളരെ വളരെ പ്രധാനമായൊരു കാര്യമാണ് ഈ രംഗത്ത് അറിവില്ലായ്മ. മാതാപിതാക്കൾക്കും കുട്ടികൾക്കും ഈ കാര്യത്തിൽ അറിവില്ലായ്മയുണ്ട്. അവരെയാണ് പലപ്പോഴും മറ്റുള്ളവർ ചൂഷണം ചെയ്യുന്നത്. ബയോടെക്നോളജി എന്ന് പറഞ്ഞത് മുഴുവൻ ബയോളജിയാണ്. ബയോടെക്നോളജി എന്ന് പറയുന്നത് മേളോട്ട് ചെല്ലുന്തോറും കണക്കാണ്. അതിനകത്ത് ടെക്നോളജി ഉണ്ട്, അതിനകത്ത് ഫിസിക്സും ടെക്നോളജിയും കണക്കും ഒക്കെ വരും. ഇതൊന്നും മനസ്സിലാക്കാതെ ബയോടെക്നോളജി എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറഞ്ഞ് ഓരോ കുട്ടികൾ തമിഴ്നാട്ടിലൊക്കെ ഓരോ സ്ഥാപനത്തിലൊക്കെ പോയി ചേരുകയാണെങ്കിൽ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ എന്ത് ജോലികളാണ് നമുക്ക് തരാൻ പോകുന്നത്?
എന്ത് മേഖലയാണ് നമുക്ക് തുറന്നു തരാൻ പോകുന്നത്? LLB എന്നും പറഞ്ഞ് കുറേ കുട്ടികൾ ഇറങ്ങി പോകുന്നുണ്ട്. ഡിസൈൻ കോഴ്സ് എന്നൊക്കെ പറഞ്ഞ് കുറേ കുട്ടികൾ സൈക്കോളജി എന്നും പറഞ്ഞ് ഇറങ്ങിപ്പോവാണ്. ഇവിടെയൊക്കെ അങ്ങ് ഭയങ്കര ജോലി സാധ്യതയാണെന്നൊക്കെ പറഞ്ഞാണ് പോകുന്നത്. അങ്ങനെ അമിതമായ ജോലി സാധ്യത ഒരു മേഖലയിലും ഇല്ല. എക്കണോമിക്സിൽ സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഏതെങ്കിലും ഒരു മേഖലയിൽ കൂടുതൽ അവസരങ്ങളുണ്ടെന്ന് കണ്ടാൽ എല്ലാവരും കൂടെ ആ മേഖലയിലേക്ക് വരികയും ആ മേഖലയിലെ സൂപ്പർ പ്രോഫിറ്റ് എല്ലാം പെട്ടെന്ന് തന്നെ ഇല്ലാതാകുകയും നോർമൽ പ്രോഫിറ്റ് ആകുകയും ചെയ്യും. ഇതേ കോൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ കരിയറിലുള്ളത്. സപ്ലൈ കൂടുമ്പോൾ ഡിമാൻഡ് കുറയും. അമിതമായി ഏതെങ്കിലും മേഖലയിലോട്ട് എല്ലാവരും വരുമ്പോൾ ഇവിടെ എത്ര സൈക്കോളജിസ്റ്റിനെ വേണം? അതിൻ്റെ 10 ഇരട്ടിയാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് വരുന്നത്. ഈ പ്രൊഡ്യൂസ് ചെയ്ത് വരുന്നതിൽ 10% പോലും ഒരു സൈക്കോളജി ഫീൽഡിൽ ഫിറ്റാകാൻ പറ്റിയ പേഴ്സണാലിറ്റി ഉള്ളവരല്ല. അപ്പോൾ എല്ലാവരും കൂടെ സൈക്കോളജി പഠിച്ചിട്ടോ എല്ലാവരും കൂടെ ലോ പഠിച്ചിട്ടോ ഒന്നും കാര്യമില്ല. ലോ ഒക്കെ പഠിച്ചിട്ട് 5 കൊല്ലം പഠിച്ചു കഴിഞ്ഞാണ് പല കുട്ടികളും വന്നിട്ട് ചോദിക്കുന്നത്, അങ്കിളെ എന്തോ ആണ് ഇനിയും ചെയ്യേണ്ടത്? എന്തൊരു കഷ്ടമാണ്. ആലോചിച്ച് നോക്കുക, 5 കൊല്ലമൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലെങ്കിൽ അത് ഒന്നാമത് ആ പഠിപ്പിക്കുന്ന കോളേജുകളുടെയൊക്കെ ഒരു നിലവാരം, കുട്ടികളെ ഒരു കോളേജിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ കോളേജിലൊക്കെ അവർക്ക് വേണ്ട ഓറിയൻറ്റേഷൻ കൊടുക്കണം. അവർക്ക് ശരി എന്തിനാണ് ഈ കോഴ്സ് പഠിക്കുന്നത്, ഈ കോഴ്സ് പഠിച്ചാൽ ഓരോ കുട്ടിക്കും ഉണ്ടാക്കാൻ പറ്റുന്ന പോസിബിലിറ്റീസ് എന്താ, സാധ്യതകൾ എന്താ, ഇത്തരത്തിലുള്ള ഓറിയൻറ്റേഷൻ ഒന്നും നടക്കുന്നില്ല. കോളേജുകളിലൊന്നും ഇതൊന്നും നടക്കണില്ല. ചുമ്മാ കുറേ നോട്ട്സൊക്കെ കൊടുക്കുന്നു, എങ്ങനെയും തട്ടിക്കൂട്ടി പിള്ളേരെ പരീക്ഷ ചെയ്യിപ്പിക്കുന്നു, പറഞ്ഞു വിടുന്നു. എക്സ്റ്റേണൽ ആയിട്ടുള്ള യാതൊരു ഇൻ്റർഫേസും ഇല്ല, ഇൻഡസ്ട്രിയുമായിട്ട് യാതൊരു ഇൻ്റർഫേസും ഇല്ല, റിയൽ ജോബ് ഫ്രണ്ട് എന്നുള്ള യാതൊരു ഇൻ്റർഫേസും ഇല്ല. ഇതൊന്നും കുട്ടികൾ അറിയാതെയാണ് പഠിച്ചിറങ്ങുന്നത്. പിന്നെ അധ്യാപകരുടെ ഉല്ലാസത്തിന് വേണ്ടി കുറേ ഇൻ്റർനാഷണൽ സെമിനാർ, ആ സെമിനാർ ഈ സെമിനാർ എന്നൊക്കെ പറഞ്ഞ് അതൊന്നും പിള്ളേർക്ക് 4 കാശിൻ്റെ ഗുണമുള്ളതല്ല. ഇതൊക്കെയാണ് കോളേജുകളിലൊക്കെ നടക്കുന്നത്. ഇതൊക്കെ മനസ്സിലാക്കിയാൽ നല്ലതാണ്. നമുക്ക് ഏത് മേഖലയിലോട്ട് പോകണം, നിങ്ങൾക്ക് ഒരു കരിയർ ഗൈഡൻസ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ സെൽഫായിട്ടെങ്കിലും ഒന്ന് റിസർച്ച് ചെയ്യും, ഗ്യാദർ ഇൻഫർമേഷൻ, എന്നിട്ട് ഇരുന്ന് പഠിക്കുക. എന്തൊക്കെയാണ് കാര്യങ്ങൾ, എന്തെല്ലാം എൻ്റെ കഴിവുകൾ എന്തൊക്കെയാണ്, ഇൻഡസ്ട്രിയിൽ ഈ പറയുന്ന ഫീൽഡിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി എന്താണ്, ഒരു 5 കൊല്ലം കഴിഞ്ഞാൽ ഈ ഫീൽഡിൽ എന്തായിരിക്കും ഓപ്പർച്യൂണിറ്റി, ഇതൊക്കെ ഇരുന്ന് പഠിച്ച് നന്നായിട്ട് മനസ്സിലാക്കുക. വൈസായിട്ടുള്ള ഡിസിഷൻസ് എടുക്കുക. പറ്റുമെങ്കിൽ നല്ലൊരു കരിയർ ഗൈഡൻസ് എടുക്കുക. ഒരു കരിയർ ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഒരു ഫീസിൽ നിങ്ങൾക്കൊരു കരിയർ ഗൈഡൻസ് എന്ന് കിട്ടും. പക്ഷേ നമ്മൾ അതൊന്നും എടുക്കാതെ പോകുമ്പോൾ ലക്ഷക്കണക്കിന് രൂപയാണ് കൊണ്ട് കളയുന്നത്. നല്ല കോളേജിൽ പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് കോഴ്സ് പഠിക്കുന്നു എന്നുള്ളതിനേക്കാളും പ്രധാനമാണ് ക്വാളിറ്റി ഉള്ളൊരു കോളേജിൽ പഠിക്കുക. കാരണം ക്വാളിറ്റി ഉള്ളൊരു കോളേജിലൊക്കെ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് നല്ല ഓറിയൻറ്റേഷൻ കിട്ടുന്നു, നമുക്ക് നല്ല തരത്തിലുള്ള ഗൈഡൻസ് കിട്ടുന്നു, നമുക്ക് ഒരു കോഴ്സിൽ നിന്ന് എന്തെല്ലാം സാധ്യതകളും എന്തെല്ലാം അവസരങ്ങളും സൃഷ്ടിക്കാമെന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കുന്നു. നമ്മളെപ്പറ്റിയുള്ള ഒരു അവയർനെസ്, നമ്മളെപ്പറ്റിയുള്ള ഒരു ഡിസ്കവറി കുറേ കൂടെ മെച്ചപ്പെടുന്നു. ഇതൊക്കെ നല്ലൊരു കോളേജിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന അവസരങ്ങളാണ്. കാരണം മികച്ച വിദ്യാർത്ഥികളോടൊപ്പമാണ് നമ്മൾ പഠിക്കുന്നത്, നല്ല ഫാക്കൽറ്റിയാണ് നമ്മളെ ഗൈഡ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു നല്ല കോളേജിൻ്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാകാൻ കഴിയുന്നത് തന്നെ ജീവിതത്തിലെ ഒരു വലിയ അവസരമായിട്ടാണ് പിന്നീട് പലരുടെയും ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല കോളേജുകളിൽ പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുപോലെ കഴിയുന്നത്ര ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ഏത് മേഖലയിൽ പോകണമെങ്കിലും മേഖലയെക്കുറിച്ചുള്ള ധാരാളം അവസരങ്ങൾ, സാധ്യതകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. ആ രംഗത്തെ പറ്റിയുള്ള, ആ ഇൻഡസ്ട്രിയെ പറ്റിയുള്ള, അല്ലെങ്കിൽ 5 കൊല്ലം കഴിഞ്ഞ് ആ ഇൻഡസ്ട്രി നിലനിൽക്കുമോ, ആ ഫീൽഡ് നിലനിൽക്കുമോ, 10 കൊല്ലം കഴിയുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ഇതൊക്കെ നമ്മളൊന്ന് കൃത്യമായി മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നതൊക്കെ വളരെ നല്ലതായിരിക്കും. അതുപോലെ വളരെ പ്രധാനമായൊരു കാര്യമാണ് ഈ പ്രൊഫഷണൽ കോഴ്സ് എന്നൊക്കെ പറഞ്ഞ് ഓടുന്ന പല കോഴ്സുകളേക്കാളും നമ്മുടെ കോളേജുകൾ, ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലൊക്കെയുള്ള ബേസിക് ഡിഗ്രികൾ ഒത്തിരി ഗുണം ചെയ്യും. കാരണം അതിൻ്റെ ഒരു ഗുണം എന്നാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അമിതമായ ട്യൂഷനോ കോച്ചിങ്ങോ ഒന്നും വേണ്ട, ഒരുപാട് പണം വേണ്ട. നിങ്ങൾക്ക് അടുത്തുള്ളൊരു കോളേജിലൊക്കെ പോയി, നല്ലൊരു കോളേജിലൊക്കെ പോയി ഡീസൻ്റായിട്ടൊരു ഗ്രാജുവേഷനൊക്കെ എടുക്കുക. ആ സമയം കൊണ്ട് കുറേ സ്കില്ലുകൾ, നമുക്ക് നാളെ ജീവിതത്തിന് വേണ്ട സ്കില്ലുകൾ, അതുപോലെ തന്നെ സർട്ടിഫിക്കേഷൻസ്, ഇതൊക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോഴത്തെ 4 ഇയർ കോഴ്സ് എന്നൊക്കെ പറയുന്നത് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇൻറ്റേൺഷിപ്പ് ഉണ്ട്, നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ആഡ് ഓൺ കോഴ്സുകൾ ചെയ്യാം, സർട്ടിഫിക്കേഷൻസ് ചെയ്യാം. മാത്രമല്ല നിങ്ങൾക്ക് ആ കോഴ്സ് പോലും ഡിസൈൻ ചെയ്യാം. കാരണം നിങ്ങൾക്ക് ആവശ്യമുള്ള സബ്ജക്റ്റുകളൊക്കെ ചേർത്ത് വെച്ച് മേജറും മൈനറുമായിട്ടൊക്കെ നിങ്ങൾക്ക് ചേർത്ത് വെച്ച് പഠിക്കാനൊക്കെ സാധിക്കും. അപ്പോൾ കുറച്ചുകൂടെ ഇഫക്റ്റീവായിട്ട് പഠിച്ചിറങ്ങി നമുക്ക് ഭാവി സാധ്യതകളെ പ്രയോജനപ്പെടുത്താനായിട്ടൊക്കെ പറ്റും. നമുക്ക് ഗവൺമെൻറ്റിലുള്ള ജോലി സാധ്യതകൾ, NGOസിലൊക്കെയുള്ള ജോലി സാധ്യതകൾ, പബ്ലിക് സെക്ടറിലുള്ള ജോലി സാധ്യതകൾ, പ്രൈവറ്റ് സെക്ടറിലുള്ള ജോലി സാധ്യതകളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ കഴിയും. പിന്നെ ഈ വിദേശ രാജ്യത്തേക്ക് കണ്ണു അടച്ചുള്ള ഓട്ടം വളരെ അപകടകരമാണ്. പോകുന്ന നല്ലൊരു ശതമാനം കുട്ടികൾ അവിടെ ചെന്ന് സ്ട്രഗിൾ ചെയ്യുകയാണ്. അതുകൊണ്ട് കണ്ണും അടച്ച് വിദേശത്തേക്ക് പോകുക എന്ന് പറയുന്നത് വളരെ മണ്ടത്തരമാണ്. അതിന് ശ്രമിക്കാതിരിക്കുക. പിന്നെ അമിതമായ കടം വാങ്ങിച്ച് പഠിക്കാൻ പോകുന്നത് ഒരിക്കലും ചെയ്യാതിരിക്കുക. നമ്മൾ കാണുന്നത് ഈ കടം വാങ്ങിക്കുന്ന കുട്ടികൾ
കുട്ടികൾക്കൊക്കെ അവസാനം കടം പോലും തിരിച്ചടയ്ക്കാൻ പറ്റാത്ത രീതിയിൽ ആയിത്തീരുകയും അവരുടെ മാതാപിതാക്കളെയും കൂടെ സഹോദരങ്ങളെയും ഒക്കെ കൂടെ അവർ കഷ്ടത്തിലാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ ആവേശത്തിൽ എടുക്കേണ്ട തീരുമാനങ്ങളല്ല കരിയർ തീരുമാനങ്ങളെന്ന് പറയുന്നത്. പിന്നെ ഏത് കോഴ്സ് പഠിക്കാൻ പോകുമ്പോഴും അതിന് വേണ്ട ഒരു ഇൻ്റലിജൻസ് എനിക്കുണ്ടോ? നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല എല്ലാ കോഴ്സും എല്ലാ ഫീൽഡും എല്ലാവർക്കും പറ്റുന്നതല്ല. ചിലതൊക്കെ ഹൈ ഇൻ്റലിജൻസ് വേണ്ട മേഖലകളാണ്. ഒരു 90% എബോവ് ഒക്കെ എപ്പോഴും സ്കോർ ചെയ്യുന്ന, എല്ലാ കാര്യങ്ങൾക്കും പെട്ടെന്ന് തന്നെ സൊല്യൂഷൻ കൊടുക്കാൻ കഴിയുന്ന, ആൻസർ കൊടുക്കാൻ കഴിയുന്ന ആ ഹൈ ലെവൽ ഇൻ്റലിജൻസ് ഉള്ള ക്ലാസ്സിലെ ആ 2-3 കുട്ടികൾ എന്ന് പറയുന്ന ആ ലെവലിലുള്ള കുട്ടികൾ പോകുന്നിടത്തോട്ട് എല്ലാവരും പോയിട്ട് കാര്യമില്ല. കാരണം ആ കുട്ടികൾ അവിടെ ചെന്ന് അവർ സക്സസ്ഫുൾ ആകുകയും അതിൻ്റെ പുറകിന് ആ ഫീൽഡിൽ പോകുന്ന ആൾക്കാർ ചിലപ്പോൾ അവിടെ ചെന്ന് സ്ട്രഗിൾ ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് വെറുതെ നമ്മൾ സ്ട്രഗിൾ ചെയ്യാനായിട്ട് ജീവിതത്തിൽ ഒരു മേഖലയിലും പോകാതിരിക്കുക. പിന്നെ ഓരോ ഫീൽഡിനും വേണ്ട എബിലിറ്റിയും സ്കിൽസും ഉണ്ട്. നമുക്ക് അതിനുള്ള കഴിവും നൈപുണ്യങ്ങളും ഇല്ലെങ്കിൽ ആ മേഖലയിലോട്ട് പോയിട്ട് കാര്യമില്ല. നമുക്ക് ചില കഴിവുകളൊക്കെ നമുക്കുണ്ടെങ്കിലേ ഓരോ മേഖലയിലും പോയി വിജയിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു LLB ഒക്കെ എടുക്കുന്ന ഒരാൾ നല്ല സ്ട്രീറ്റ് സ്മാർട്ടായിരിക്കണം, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം, നല്ല ലീഡർഷിപ്പ് സ്കില്ല് വേണം, നല്ല അനലിറ്റിക്കൽ സ്കില്ല് വേണം. അപ്പോൾ ഇതൊക്കെ ഒന്നും ഇല്ലാത്ത ഒരാൾ പോയി ഒരു LLB ഒക്കെ എടുത്തിട്ട് അത് ചുമ്മാ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കുക, അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റും കൊണ്ട് നടക്കാമെന്നുള്ളതല്ലാതെ അതുകൊണ്ടൊരു നല്ല കരിയർ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല. എല്ലാവരും ഒന്നും എല്ലാ കോഴ്സിനും പോയിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ മനസ്സിലാക്കി അവനവൻ്റെ വീടിൻ്റെ സാഹചര്യങ്ങൾ, സാമ്പത്തിക സ്ഥിതിയൊക്കെ മനസ്സിലാക്കിയിട്ട് ഓരോ കോഴ്സിനൊക്കെ പോവുക. കടമെടുത്ത് പോകുന്ന ഒരു രീതി കൊണ്ട് വലിയ ഗുണമില്ല. നമുക്ക് കടമെടുക്കാം. നമുക്ക് വലിയ എബിലിറ്റി ഉള്ള ഒരാളാണ്, സാമ്പത്തികമായ സഹായങ്ങൾ സ്വീകരിച്ച് പോകുന്നതിന് കുഴപ്പമില്ല. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കഴിവ് കൊണ്ട് നേടാവുന്ന സാമ്പത്തിക സ്കോളർഷിപ്പുകൾ പോലുള്ള കാര്യങ്ങളൊക്കെ നേടി മിടുക്കരായ കുട്ടികൾക്ക്, അത് നമ്മൾക്ക് മിടുക്കുള്ളത് കൊണ്ടാണ്. മിടുക്കുള്ള കുട്ടികൾ ഇച്ചിരി സാഹസികത കാണിച്ചാൽ കുഴപ്പമില്ല. പക്ഷെ മിടുക്കില്ലാത്തവർ പോയിട്ട് ഇതുപോലുള്ള വലിയ സാഹസികതകൾ കാണിച്ചാൽ അവസാനം മാതാപിതാക്കളുടെ കടത്തിണ്ണെ കിടന്ന് ഉറങ്ങേണ്ട വരുമെന്നുള്ളതാണ് വാസ്തവം. അതുപോലെ നമ്മുടെ പേഴ്സണാലിറ്റിക്ക് ചേരുന്നതാണോ, നമ്മളുടെ വാല്യൂസിന് ചേരുന്നതാണോ, നമ്മളുടെ കൾച്ചറിന് ചേരുന്നതാണോ, ഇതൊക്കെ ആലോചിക്കേണ്ട കാര്യമാണ്. എല്ലാവർക്കും എല്ലാ ഫീൽഡിലും പോയി ജീവിതത്തിൽ വിജയിക്കാനൊന്നും പറ്റത്തില്ല. ഇപ്പം നേഴ്സാകുന്നൊരു കുട്ടിക്ക് വളരെ പ്രധാനമായൊരു കാര്യമാണ് ശാരീരിക ആരോഗ്യം എന്ന് പറയുന്നത്. ശാരീരിക ആരോഗ്യം ഇല്ലാത്ത ഒരാൾ, അതുപോലെ സൈക്കോളജി പഠിക്കാൻ പോകുന്ന ഒരാളിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് അവരുടെ മെൻ്റൽ ഹെൽത്താണ്. മെൻ്റൽ ഹെൽത്ത് തന്നെ ശരിയല്ലാത്ത ഒരു കുട്ടി സൈക്കോളജി പഠിച്ചാൽ എങ്ങനെയിരിക്കും? അപ്പോൾ ഇവിടെയൊക്കെയാണ് പ്രശ്നം കിടക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ നിങ്ങളൊരു കരിയർ ഗൈഡൻസ് എടുക്കുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് ലാഭം. മാതാപിതാക്കളും കുട്ടികളും നല്ലൊരു കരിയർ ഗൈഡൻസ്, ഒരു 9ാം ക്ലാസ് മുതൽ ഒരു കരിയർ ഗൈഡൻസും കൂടി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൂടെ കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അബദ്ധങ്ങളൊക്കെ വരാനുള്ള, തെറ്റുകൾ വരാനുള്ള അവസ്ഥകളൊക്കെ ഒരുപാട് കുറയും. ഞാൻ ഇത്രയും കാലത്തെ ഒരു കരിയർ എക്സ്പേർട്ട് എന്ന നിലയിൽ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു കരിയർ ഗൈഡൻസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ ഒരു കാര്യം ഞാൻ പറയുകയാണ്. കേരളത്തിൽ കരിയർ ഗൈഡൻസ് എടുക്കുന്നത് ഏറ്റവും അറിവും പിന്നെ പഠനവും ഒക്കെ ഉള്ള ആൾക്കാരാണ്. അവർക്ക് അറിയാം, അവർക്ക് എന്തറിയാമെന്നോ അറിയത്തില്ലെന്നോ അവർക്കറിയാം. നേരെ മറിച്ച് ഈ മുറി വൈദ്യമായിട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ സ്വന്തമായിട്ടെല്ലാം തീരുമാനങ്ങളെടുത്ത് വലിയ അബദ്ധങ്ങളിൽ പോയി ചേരുകയാണ്. റോബർട്ട് ഫോസ്റ്റിൻ്റെ മനോഹരമായൊരു കവിതയാണ്, ദ റോഡ് ഹാസ് ഡൈവേഴ്സ്ഡ് ഇൻടു ടു. ഐ ടുക്ക് ദ റോഡ് ലെസ് ട്രാവൽഡ് ആൻഡ് ദാറ്റ് ഹാസ് മെയ്ഡ് ഓൾ ദ ഡിഫറൻസ്. ഈ അധികം ആൾക്കാരൊന്നും പോകാത്ത വഴിയെ ഞാൻ പോയി, അതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിന് ഇത്ര മനോഹാരിത ഉണ്ടായതെന്നാണ് ആ കവിത പറയുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ഒരു കുഴപ്പം ഈ ആൾക്കൂട്ടത്തിൻ്റെ പുറകിന് പോവുക എന്നുള്ളതാണ്. അഡ്വർടൈസ്മെൻറ്റിൻ്റെ പുറകിന് പോവുക, സ്വാധീനിക്കപ്പെടുന്നതിൻ്റെ പുറകിന് പോവുക. അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും കഷ്ടമുണ്ടാകും. ആരും അധികം സഞ്ചരിക്കാത്ത ഒരുപാട് വഴികളിൽ വേണ്ടത്ര ആൾക്കാരില്ലാതെ ഇരിക്കുന്നുണ്ട്. അതൊക്കെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് പോവുക. പല ഫീൽഡുകളുണ്ട്. ഇപ്പോൾ ഈ അടുത്തിടെ ഞാനൊരു കുട്ടിയെ കണ്ടത് ജോഗ്രഫിയിൽ മാസ്റ്റേഴ്സ് ചെയ്തൊരു കുട്ടിയാണ്. ആ കുട്ടി പഠിച്ചിറങ്ങിയപ്പോൾ തന്നെ ആ കുട്ടിക്ക് പിന്നെ ഒരു കോളേജിൽ അധ്യാപികയായിട്ട് ജോലി, അത് ആദ്യം ഗസ്റ്റായിട്ട് കയറി. ഇപ്പോൾ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ആ കുട്ടിക്ക് അവിടെ തന്നെ അവർ ഓഫർ കൊടുത്തു. കാരണം ജോഗ്രഫിക്ക് ആളില്ല. ഹിസ്റ്ററി പഠിച്ച നല്ല മിടുക്കരായ കുട്ടികൾ ഹിസ്റ്ററി പഠിക്കാനില്ല. പൊളിറ്റിക്കൽ സയൻസിലൊന്നും അങ്ങനത്തെ നല്ല മിടുക്കരായ പല സ്ഥലങ്ങളിലും കുട്ടികളില്ല. അപ്പോൾ ചില സബ്ജക്റ്റുകളൊക്കെ എല്ലാവരും അങ്ങ് തഴഞ്ഞപ്പോൾ അവിടേക്ക് പോയ ആൾക്കാർക്ക് വലിയ അവസരങ്ങൾ കിട്ടി. ഇപ്പോൾ മലയാളം പോലും പഠിച്ച് വലിയ സാധ്യതകൾ ഉണ്ടാക്കുന്ന കുട്ടികളുണ്ട്. എല്ലാവരും എൻജിനീയറിങ്ങിൻ്റെ പുറകിന് പോയപ്പോൾ മലയാളത്തിൽ കഴിവുണ്ടായിരുന്നൊരു കുട്ടി അത് തന്നെ തുടർന്ന് പഠിക്കുകയും ആ കുട്ടി അതിൻ്റെ പോസിബിലിറ്റീസിൻ്റെ മാക്സിമത്തിലെത്തുകയും ചെയ്യും. അപ്പോൾ നമ്മൾ വിചാരിക്കരുത് എല്ലാവരും പോകുന്ന വഴികളാണ് ഏറ്റവും നല്ല വഴികൾ. ഇതൊന്നും അല്ലാത്ത ഒത്തിരി മേഖലകളുണ്ട്. ഒരുപാട് ചെറിയ ചെറിയ മേഖലകളിലൊക്കെ അവസരങ്ങളും സാധ്യതകളും ഒക്കെ ഉണ്ട്. നിങ്ങൾ സമാധാനത്തോടെ ഇരുന്ന് ചിന്തിച്ച് അറിവുള്ളവരുമായിട്ട് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് മനസ്സിലാക്കി
കൃത്യമായ തീരുമാനങ്ങൾ എടുക്കുക. എല്ലാ കുട്ടികളും സയൻസ് പഠിക്കേണ്ട, എല്ലാ കുട്ടികളും ഡോക്ടർ ആവണ്ട, എല്ലാ കുട്ടികളും എഞ്ചിനീയർ ആവണ്ട. പിന്നെ ഈ സിവിൽ സർവീസ് എന്നൊക്കെ പറഞ്ഞ് ഇതിൻ്റെ റിസൾട്ട് അങ്ങോട്ട് വരുമ്പോഴത്തേക്കൊരു തട്ടിക്കൂട്ട്, ഇവിടുത്തെ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെല്ലാം കൂടെ കുറേ സിവിൽ സർവൻസിൻ്റെ ഒക്കെ പടമൊക്കെ വെച്ചുകൊണ്ട് കുറേ തട്ടിപ്പിന് ഇറങ്ങിയിട്ടുണ്ട്. ദയവ് ചെയ്ത് അതിനൊന്നും എല്ലാവരും പോകരുത്. നമുക്കറിയാമല്ലോ അതിനൊക്കെയുള്ള കഴിവും പ്രാപ്തിയും അതിനൊക്കെയുള്ള ലീഡർഷിപ്പും ക്വാളിറ്റിയും ഒക്കെ ഉണ്ടെങ്കിൽ പോവാം. ഇല്ലെങ്കിൽ വെറുതെ പോയി നമ്മുടെ സമയവും നമ്മുടെ പിന്നെ മാനസിക സന്തോഷവും എല്ലാം നശിപ്പിക്കുക. എന്ത് കാര്യത്തിനാണ്? ഒരു 10-15 പേർക്ക് ഇത് കിട്ടിയെന്നും പറഞ്ഞ് നമ്മളെല്ലാം കൂടെ ഇറങ്ങി ഓടണ്ട. അതൊക്കെ പോകേണ്ടവർക്ക് അറിയാം, അവരെ പൊക്കോട്ടെ. നമ്മളൊന്ന് ആലോചിക്കുക. എല്ലാവർക്കും ഇഷ്ടംപോലെ സാധ്യതകൾ ഈ ലോകത്തുണ്ട്. എല്ലാവരും കൂടെ ഒരു മേഖലയിലോട്ട് പോയി ഫൈറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇവിടെ അവസരങ്ങൾ കിട്ടാത്തത്. വ്യത്യസ്തമായ ഒരുപാട് മേഖലകളുണ്ട്. സമാധാനത്തോടെ എല്ലാവരും കൃത്യമായ അവരവരെ തിരിച്ചറിഞ്ഞ് യാത്ര തുടരുക. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കുട്ടികളും പ്രത്യേകം ശ്രദ്ധിക്കുക. വലിയ പരസ്യങ്ങൾ വലിയ കാപട്യമാണ്. കള്ളം പറയാനാണ് വലിയ പരസ്യങ്ങൾ ഉപയോഗിക്കുന്നതെന്നുള്ളത് എപ്പോഴും മനസ്സിലായിക്കൊള്ളുക. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഹാപ്പി ലിവിങ്.